ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പറഞ്ഞു പറഞ്ഞാൽ ബസ്സിൻ്റെ ഒരു ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നോക്കാം. ഓക്കെ ഗൈസ്, ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഉണ്ടെങ്കിൽ ഈ കാര്യം എന്തായാലും കേൾക്കണം ഗൈസ്. ഇന്ന് കളിയുണ്ട് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് മാർച്ച് 2 ഇന്ന് കളിയുണ്ട് ഗൈസ്. യെസ്, ഇന്ന് കളിയുണ്ട്. ഏതായാലും എല്ലാവരും പോയി കളി കാണുക. രാത്രി 7:15 മുതൽ 7:20 മുതൽ ആ കളിയുണ്ട് ഗൈസ്. എല്ലാവരും കാണണം. സൂര്യ മൂവീസിലുണ്ട്, ജിയോ സിനിമയിലുണ്ട്, സ്പോർട്സ് 18-ലുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി കാണുക ഗൈസ്. ബംഗളൂരു ഇത് ഒരു ഇമ്പോർട്ടൻ്റ് മാച്ചാണ് ഗൈസ്. ഇത് പെനാൽറ്റി മിസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, സാരില്ല. ഒരു ഇമ്പോർട്ടൻ്റ് മാച്ച് തന്നെയാണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വോയിസ് ദ ഗോഡ് മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ മാച്ചിൽ പോവും, അതിന് ശേഷം ട്രയൽ മാച്ചിൽ പോവും. നമ്മളെ ഹോം ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഇന്ത്യയാണ് ഗൈസ്. നമ്മളെ എവേ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പ്, ദ പോർച്ചുഗീസ്. യെസ്, പോർച്ചുഗലാണ്. ഓക്കെ, നമുക്കങ്ങനെ മാച്ച് തുടങ്ങാനുണ്ടോ? എല്ലാവരും ഉണ്ട് ഗൈസ്. സുനിൽ ഛേത്രിയൊക്കെ ഉണ്ട്. നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പെസ്സിൽ ഇന്ത്യൻ്റെ ടീം ഇറങ്ങിയോന്ന്. യെസ്, പെസ്സിൽ ഇന്ത്യൻ്റെ ടീമുണ്ട് ഗൈസ്. സുനിൽ ഛേത്രി, സുരേഷ് സിംഗ്, ഓനെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഓന് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട് കളിക്കുന്നതാണ്. മൻവീർ സിംഗ് ഗൈസ്. മൻവീർ സിംഗിൻ്റെ കളിയുണ്ടോ ഗൈസ്? ATK ഇന്നലെ ATK മോഹൻ ബഗാൻ വേഴ്സസ് ഏതെങ്കിലും ടീം ജംഷഡ്പൂർ, എന്നിട്ട് ഹാട്രിക് അസിസ്റ്റ് നേടിക്കൊടുത്തു ഇരിക്കുന്നു ഗൈസ്. ATK മോഹൻ ബഗാനു വേണ്ടി മൻവീർ സിംഗ്. സുനിൽ ഛേത്രി എന്നെ കോർണർ. ഛേത്രിൻ്റെ നല്ലൊരു ഷോട്ട് ശ്രമമായിരുന്നു, പക്ഷെ ഛേത്രി ലേറ്റായിപ്പോയി ഗൈസ്. ഷോട്ട് അടിക്കാൻ ലേറ്റായിപ്പോയി. ഡോണ്ട് ഫിയർ ഛേത്രി when I am is here. സുനിൽ ഛേത്രി ഗൈസ്. ഛേത്രി കുറച്ച് ലേറ്റായിപ്പോയി. ഇതിലും ഛേത്രി കുറച്ച് ലേറ്റായിപ്പോയി. ഛേത്രി പെസ്സിൽ കുറച്ച് ലേറ്റാന്ന് തോന്നുന്നു. റൊണാൾഡോ ഇങ്ങനെ ബോളിൻ്റെ അവസാനം ടച്ച് ചെയ്തിട്ടുണ്ട്. മൻവീർ അവിടെ സ്കില്ല് അളക്കാൻ നോക്കണ്ട. ഇത് പൊട്ട ടീമൊന്നുമല്ല, ഇത് പോർച്ചുഗലാണ്. റൊണാൾഡോ സെക്കൻഡ് ടച്ച് ഗൈസ്. റൊണാൾഡോൻ്റെ അവിടെ സെക്കൻഡ് ടച്ച് തന്നെ ഒരു ഗുഡ് ഷോട്ട്. മേനി രാഹുൽ ബെക്കെ, നിഖിൽ പുജാരി പാസ് കൊടുക്കണം. നിഖിൽ സുരേഷ് സിംഗ്, ചാങ്ടെ. ഓക്കെ, ചാങ്ടെക്ക് കിട്ടിയിട്ടുണ്ട്. ചാങ്ടെ ഗുഡ് ഷോട്ടർ. ആരടിച്ചേ? റൊണാൾഡോ വലിയ ഹെഡ് ചെയ്യാൻ വലിയ ഇതൊക്കെ ആക്കി ചാടിയതാണ്, പക്ഷെ നടന്നില്ല. നമ്മൾ ഇന്ത്യൻ നീളമുള്ള പ്ലെയറിൻ്റെ ഓടി. അയ്യേ, വാട്ട് എ മിസ്. ഗോൾ. സുനിൽ ഛേത്രി ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ ഗൈസ്. അപ്പോൾ നമുക്ക് സഹലിനൊക്കെ ഇറക്കാൻ സമയമായിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ച് നമ്മൾ സാധാരണ സഹലിനെ ഇറക്കുവാണ് ഗൈസ് ചെയ്യുക. യെസ്, വേറെ സഹൽ, പ്രീതം, കോട്ടാലൊക്കെ ഉണ്ട്, മിശ്രയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് സഹലിനെ ഇറക്കിയേക്കാം. ചാങ്ടേനെ മാറ്റി നമുക്ക് സഹലിനെ ഇറക്കാം ഗൈസ്. ചാങ്ടയ്ക്ക് വലിയ ഇതൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ഗോൾ ഛേത്രി വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗൈസ്. ഈ ക്രിസ്ത്യാനോന് പിടിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ മോനെ ഛേത്രി ഗോളടിച്ച് വരട്ടെ. ഗൈസ്, ഛേത്രി ഗുഡ് ഇൻ്റർസെപ്ഷൻ. അവിടെ എന്ത് കഷ്ടടേത്. സുനിൽ ഇൻ്റർസെപ്ഷനൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ മിസ്സായിന്നുള്ളൂ. ന്യൂനോ മാൻഡസ്, ജാവോ പ്ലൻഹിന, റഫീൽ എടാ
അപ്പോൾ ദീപക് താങ്കർ എന്തെന്നാ സന്ദേശ് ജിങ്കൻ ഫൗളിൻ്റെ കിങ് ആണോ? എൻ്റെ കൂടെ ആരെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ? ഇന്ത്യത്തെ ഫൗൾ രാജാവ് എന്നറിയപ്പെടുന്ന സന്ദേശ് ജിങ്കൻ. എടാ അവിടെ എടോ എന്തോ സുനിലേ, എടാ ഇവൻ ഫുള്ള് ലേറ്റാടാ. ആ സുനിൽ എന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കൊടുത്തു. ആണ്ടോ സുരേഷ് സിംഗ് റൂബൻ ദിയാസിനെയൊക്കെ മറികടന്ന് ഗൈസ്. പോർച്ചുഗൽ ഐസക് റൾട്ടയ്ക്ക് കിട്ടില്ല. സന്ദേശ് ഒരു ഫൗൾ ചെയ്ത് അങ്ങോട്ടാ. എന്തോ രാഹുൽ ബേക്കെ മുംബൈ സിറ്റീൻ്റെ ക്യാപ്റ്റനാണ്. ഓൻ്റോടി റൊണാൾഡോൻ്റെ ഒക്കെ കളി. എടാ സുരേഷിനെ കാണുമ്പോൾ ക്യാപ്റ്റനെ പോലെ ഉണ്ടാ. ന്യൂനോ നമ്മളെ ആൾക്കാർക്ക് ഫുള്ള് ഹാൻഡിൽ മറ്റേ ബാൻഡ് ഉണ്ട്, ഹാൻഡ് കവറിങ് ഉണ്ട്. നമ്മൾ വമ്പും പാസ്. എടാ പെപ്പേ ഗൈസ്, ഇതിൽ പെപ്പയ്ക്ക് മുടിയുണ്ട്, പക്ഷെ റിയലിൽ പെപ്പയ്ക്ക് മുടിയില്ല. നമുക്ക് 4 ഷോട്ട് 3 ഷോട്ട് ഓൺ ടാർഗറ്റ് 68% പൊസിഷൻ 4 ഇൻ്റർസെപ്ഷൻ. കണ്ടോ നമ്മൾ ഭയങ്കര പ്രോ ആയിപ്പോയി ഗൈസ് ഇന്ത്യനെ കൊണ്ട് കളിപ്പിക്കുമ്പോൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചുഗൽ ഫാൻസ് ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഗൈസ്. ഞാൻ പോർച്ചുഗലിനെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വെറുതെ ഒരു കളീൻ്റെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ചാൽ പോർച്ചുഗൽ ഫാൻസായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് കാണാതിരിക്കരുത് ഗൈസ്. ആണോ പോർച്ചുഗൽ രണ്ടാളും കൂടി ഇടിക്കുക ഗൈസ് സുനിലിനെ. ദീപക് സഹൽ ഓ സഹലിൻ്റെ നമ്പറൊക്കെ കറക്റ്റാണ്. എങ്ങോട്ടാ? അയ്യോടാ ക്രിസ്ത്യാനോൻ്റെ കയ്യിൽ ബോൾ ഇട്ടടാ. അടിക്കാൻ സമ്മതിക്കരുത് ഗൈസ്. ഏതോ ലക്കുണ്ട് മോനെ നമുക്ക്. ക്രിസ്ത്യാനോ എന്തോ എൻ്റെ റിയൽ കളി എടുക്കുന്നില്ല ഗൈസ്. എന്ത് അടിപൊളി പാസ് ചെയ്യുന്നു. ആ ഓന് ഓൾഡ് ആയതുകൊണ്ട് സ്കില്ലൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. ഇപ്പം നല്ല യങ് കുട്ടന്മാർ വേണം ഗൈസ്. മെസ്സിക്കൊക്കെ ഇപ്പോൾ ഓൾഡായി. മെസ്സിയൊക്കെ വെറും എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട്, മെസ്സി റൊണാൾഡോ ഒക്കെ. ശരിക്കും പറഞ്ഞപ്പോൾ നല്ല യങ് കുട്ടന്മാർ വേണം. ഗുർപ്രീത്, നല്ല എംബാപ്പെ, ഹോളണ്ട്, അങ്ങനത്തെ നല്ല യങ് കുട്ടന്മാർ ഇപ്പോൾ ആവശ്യമുണ്ട് ഗൈസ് ഫുട്ബോളിൽ. റൊണാൾഡീനിയും മറ്റേ പെലെയും ഒക്കെ ഉള്ളപ്പോൾ മെസ്സി റൊണാൾഡോയും ഒക്കെ യങ് കുട്ടന്മാരായിരുന്നു. ഇപ്പോൾ ഓൾഡ് കുട്ടന്മാരായി. സുരേഷ് സിംഗ് അടാ കോർണർ. ഏതാ മോനെ ബ്ലോക്ക്, എജാതി ബ്ലോക്ക് ഗൈസ്. ആർക്ക മോനെ പാസ് കൊടുത്തിട്ട് ബാക്ക്. എടാ ഈ താങ്കിരീനെ കൊണ്ടെത്തും. എന്നിട്ട് ഇവന്മാരെ എജാതി ബ്ലോക്കാ ഗൈസ് റിയലി. റഫീലിയാവോ നിഖിൽ ഗുഡ് ഇൻ്റർസെപ്ഷൻ. സുരേഷ് എടാ സുനിൽ ഓഫ്സൈഡ് പണ്ടാരം. ഓഫ്സൈഡ് ഇല്ല ഗൈസ്, ഏതോ ലക്ക് മോനെ. സുനിൽ ഓഫ്സൈഡ് പോകുന്ന ഞാൻ കണ്ടേ, പിന്നെ തിരിച്ചു വന്നോണ്ടായിരിക്കും റഫറി ഓഫ്സൈഡ്. എജാതി സ്കില്ല് ഗൈസ് റൊണാൾഡോൻ്റെ. ബട്ട് നിഖിൽ പൂജാരി ഈസ് ഹിയർ. സുനിലിൻ്റെ അല്ല, റൊണാൾഡോൻ്റെ സ്കില്ലൊക്കെ നിഖിലുള്ളിടത്തോളം ഒന്നും അവിടെ ഉണ്ടാവില്ല. ദിസ് ഈസ് നിഖിൽ പൂജാരി. സുഭാഷിഷ് ബോസേട്ടിക്ക് മോഹൻ ബഗാനത്തെ ക്യാപ്റ്റനാണ് ചെക്കൻ. ഞാൻ എല്ലാവരും ഈ ക്യാപ്റ്റൻസിനെ നോട്ട് ചെയ്ത് വെക്കലാണ് എൻ്റെ പണി. ഗോൾ സുനിൽ ഛേത്രി. ഓഹോ എംജാതി ഗോളടേ. ഗോൾ കീപ്പറിൻ്റെ കൈവിട്ട് 2 ഗോളുകൾ അടിച്ച് സുനിൽ ഛേത്രിക്ക് ഒരു വലിയ ക്ലാപ്പ് കൊടുക്കാം.
എടാ എച്ചാത്തി ബ്ലോക്കട ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു ഗൈസ്. ബ്ലോക്ക് ഇനിയിപ്പോലും ഒരു ഗോൾ അടിച്ചാലും പിന്നെ കാര്യമൊന്നുമില്ല. ഉണ്ടോ ഗൈസ്? അതായത് അത് ലിസ്റ്റണ ഐസാക്ക് ആൾട്ടുണ്ട്. സഹൽ ബെർണാണ്ടോ സിൽവ. ഓക്കെ ഗൈസ്, കളി അവസാനം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരാണ് ഗോട്ട് എന്നുള്ള നോക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. ഇത് വോയിസ് ദ ഗോട്ട് മാച്ച് തന്നെ ആയതുകൊണ്ട് 63% പൊസിഷൻ ഇന്ത്യക്കുണ്ട്. 9 ഷോട്ട് ഇന്ത്യക്കുണ്ട്, 5 ഷോട്ട് ഓൺ ടാർഗറ്റ് ഇന്ത്യക്കുണ്ട്, 2 കോർണർ ഇന്ത്യക്കുണ്ട്, 66 പാസ് ഇന്ത്യക്കുണ്ട്, 60 സക്സസ്ഫുള്ളി പാസ് ഇന്ത്യക്കുണ്ട്, 1 ക്രോസ് ഉണ്ട് ഇന്ത്യക്കുണ്ട്, 6 ഇൻ്റർസെപ്ഷൻ ഇന്ത്യക്കുണ്ട്, 6 ടാക്കിൾസ് ഉണ്ട്, 1 സേവ് ഉണ്ട് ഗൈസ്. ഇന്ത്യ അങ്ങനെ ജയിച്ച് ഗൈസ്. സുനിൽ ഛേത്രി, ഓക്കെ ഗൈസ്, സുനിൽ ഛേത്രി, യെസ്. സുനിൽ ഛേത്രിയാണ് അങ്ങനെ നമ്മളെ ഗോട്ടായിട്ടുള്ളത്. എവയിൽ നോക്കുവാണെങ്കിൽ ഡിയാഗോ കോസ്റ്റ, റൊണാൾഡോ ഇറ്റ് ലാസ്റ്റാണ്. അങ്ങനെ ഗൈസ് നമ്മളെ വോയിസ് ദ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രിക്ക് 70% നല്ലോണം കളിച്ചിട്ടുണ്ട്. 7.5% നല്ലോണം കളിച്ചുകൊണ്ട് സ്റ്റാറുണ്ട്. അതിനുശേഷം ഡിയാഗോ കോസ്റ്റയാണ് അപ്പുറത്ത്. വെറും 6% നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ ടീമത്തെ പ്ലെയർ തന്നെയാണ് അടിപൊളിയായിട്ട് കളിച്ചത്. അപ്പം ഹൂയിസ് ദ ഗോട്ട് പറയുകയാണെങ്കിൽ നോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, ഈ സുനിൽ ഛേത്രി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.